ആവേശം വാനോളം ഉയർത്തി ആദിത്യ ധർ ചിത്രം ദുരന്തർ 2 ദി റിവെഞ്ച് അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. സാഗ്നിക്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ മാത്രമായി അഡ്വാൻസ് ബുക്കിംഗിലൂടെ 28.19 കോടി രൂപ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. ബ്ലോക്ക് സീറ്റ് ബുക്കിംഗ് കൂടി ഉൾപ്പെടുത്തിയാൽ മൊത്തം വരുമാനം 32.84 കോടി രൂപ കടക്കും. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുംബൈയിൽ പകുതിയോളം ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയി. ഹൈദരാബാദിൽ 75%, ബംഗളൂരുവിൽ 60% ബുക്കിംഗ് പൂർത്തിയായി. ആദ്യ ദിനത്തിനായി ഇതുവരെ 1,63,428 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും ഹിന്ദി 2D പതിപ്പിനാണ്. റീജിയണൽ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ നിന്ന് 2.34 കോടിയും കർണാടകയിൽ നിന്ന് 1.75 കോടിയും ഡൽഹിയിൽ നിന്നും 1.61 കോടിയും രൂപ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം നേടി. ജവാൻ, പുഷ്പ 2, ആനിമൽ, KGF 2 തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ പ്രീമിയർ റെക്കോർഡുകളെ ദുരന്തർ വെല്ലുവിളിക്കുകയാണ്. വടക്കേ അമേരിക്കയിൽ മാത്രം $1.31 മില്യൺ പ്രീമിയം വരുമാനം ചിത്രം നേടിക്കഴിഞ്ഞു. ജവാൻ 37.24 കോടി, പുഷ്പ 2 37.30 കോടി എന്നീ ചിത്രങ്ങളുടെ ആഭ്യന്തര പ്രീമിയർ കളക്ഷനെ ദുരന്തർ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ ഓപ്പണിങ്ങുകളിൽ ഒന്ന് രൺവീർ സിംഗ് ചിത്രത്തിന് സ്വന്തമാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ആട് 3യിലെ ആദ്യ വീഡിയോ ഗാനം എത്തി. സുൽത്താൻ എന്ന ഗാനം തെന്നിന്ത്യൻ താരം വേദികയുടെ തകർപ്പ് നൃത്തരംഗങ്ങളോടാണ് ഒരുക്കിയിരിക്കുന്നത്. പാട്ടിൽ സുൽത്താനായി എത്തുന്നത് വിനായകനാണ്. രാജഭരണ കാലം ചിത്രീകരിക്കുന്ന ഗാനത്തിൽ ജയസൂര്യയും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഷാൻ റഹ്മാനാണ് സുൽത്താൻ എന്ന ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത്. മനു മഞ്ജിത്തിൻ്റെതാണ് വരികൾ. അനില രാജീവാണ് ഗാനം ആലപിച്ചത്. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആട് 3 ദ വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 എന്ന ചിത്രം നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ ഫിലിം കമ്പനിയും ചേർന്നാണ്. ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം ഒരു കോമഡി ഫാന്റസി ത്രില്ലറായാണ് ഒരുക്കിയിരിക്കുന്നത്. ആട് ഒരു ഭീകരജീവിയാണ്. ആട് 2 എന്നീ ജനപ്രിയ ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന 3ാം ഭാഗം കാണാൻ ആരാധകരും വലിയ ആവേശത്തിലാണ്. ജയസൂര്യയ്ക്കും വിനായകനും പുറമെ ധർമ്മജൻ ബോൾഗാട്ടി, ഇന്ദ്രൻസ്, വിജയ് ബാബു, നോബി, നിർമ്മൽ പാലാഴി, സൈജു കുറുപ്പ്, ഹരികൃഷ്ണൻ, ഭഗത് മാനു, സണ്ണി വെയിൻ, സുധി കോപ്പ, ബിജുക്കുട്ടൻ, ഉണ്ണി രാജൻ പി ദേവ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രം 2026 മാർച്ച് 19 തിയേറ്ററുകളിലെത്തും. ലോകമെമ്പാടുമുള്ള മാംഗ ആരാധകർ കാത്തിരിക്കുന്ന വൺ പീസ് ലൈവ് ആക്ഷൻ 2ാം സീസൺ നെറ്റ്ഫ്ലിക്സിൽ തരംഗമാകുന്നു. വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ സീസൺ പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലെ നെറ്റ്ഫ്ലിക്സ് ടോപ്പ് 10 ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തി. മാർച്ച് 10 സ്ട്രീമിംഗ് ആരംഭിച്ച ഈ പരമ്പര നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഐതിഹാസിക നിധിയായ വൺ പീസ് തേടി മങ്കി ദ ലൂഫിയും സംഘവും ഗ്രാൻഡ് ലൈനിലേക്ക് നടത്തുന്ന സാഹസിക യാത്രകളാണ് പുതിയ സീസണിന്റെ പ്രമേയം. ലൂഫിയായി ഇനാക്കി ഗോഡോയ് വീണ്ടും എത്തുമ്പോൾ നാമിയായി എമിലി റൂട്ട്, സൊറോയായി മക്കന്യു, സഞ്ജിയായി ടാസ് കെയ്ലർ, ഉസോപ്പായി ജേക്കബ് റൊമോറോ എന്നിവരും അണിനിരക്കുന്നു. റോട്ടൺ ടൊമാറ്റോസിൽ 100% ക്രിട്ടിക് സ്കോറും 96% ഓഡിയൻസ് സ്കോറും നേടി ഈ പരമ്പര ഇതിനോടകം റെക്കോർഡുകൾ ഇട്ടു കഴിഞ്ഞു. 2ാം സീസൺ വൻ വിജയമായതോടെ ആരാധകർക്ക് ആവേശമായി 3ാം സീസണിന്റെ ചിത്രീകരണവും കേപ്പ് ടൗണിൽ പുരോഗമിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച OTT റിലീസുകൾ ഒന്നായാണ് സിനിമാ ലോകം വൺ പീസ് സീസൺ 2നെ വിലയിരുത്തുന്നത്.